നമസ്കാരം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പെട്രോൾ, മൊബൈൽ ഫോൺ, വസ്ത്രങ്ങൾ ഇവയെല്ലാം കടൽ കടന്നാണ് വരുന്നത്. അതിൽ വലിയൊരു ഭാഗം വരുന്നത് റെഡ് സീ അഥവാ ചുവന്ന കടൽ വഴിയാണ്. എന്നാൽ ഇന്ന് ആ പാത കത്തുകയാണ്. ഹൂതി വിമതരുടെ ഡ്രോൺ ആക്രമണങ്ങളും മിസൈലുകളും കാരണം ലോകത്തെ വമ്പൻ കപ്പൽ കമ്പനികളെല്ലാം ഈ വഴി ഉപേക്ഷിച്ചിരിക്കുന്നു. പക്ഷേ 10,000-കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഈ യുദ്ധം എങ്ങനെയാണ് നമ്മുടെ കേരളത്തെ ബാധിക്കുന്നത്? അല്ലെങ്കിൽ ഈ പ്രതിസന്ധി എങ്ങനെയാണ് കേരളത്തെ ഒരു ഗ്ലോബൽ പവർ ഹൗസ് ആക്കി മാറ്റുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ പുതിയ സമുദ്ര സുരക്ഷാ തന്ത്രങ്ങളെ കുറിച്ചാണ്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കവാടമായ റെഡ് സീയിലെ ആക്രമണങ്ങൾ കാരണം ലോക വ്യാപാരത്തിന്റെ ഏകദേശം 40% വഴിമാറി ഒഴുകുകയാണ്. കപ്പലുകൾ ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി, അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ദീർഘദൂര യാത്ര നടത്താൻ നിർബന്ധിതരാകുന്നു. ഇത് യാത്രാ സമയവും ഇന്ധന ചെലവും വർദ്ധിപ്പിച്ചു. ഇനി ഇവിടെയാണ് നമ്മളുടെ കേരളത്തിന്റെ റോളിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ആഫ്രിക്ക ചുറ്റി വരുന്ന കപ്പലുകൾക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾക്കുമായി ഒരു സുരക്ഷിത താവളം ആവശ്യമാണ്. സിംഗപ്പൂരിനും ദുബായ്ക്കും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന കേരളം ഇതിന് അനുയോജ്യമാണ്. വലിയ ഡ്രഡ്ജിംഗ് ആവശ്യമില്ലാത്ത പ്രകൃതിദത്ത ആഴക്കടൽ തുറമുഖമായതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ മദർ ഷിപ്പുകൾക്ക് ഇവിടെ അടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് റെഡ് സീ ഇത്ര പ്രധാനമാകുന്നത്? ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും എളുപ്പ വഴിയാണിത്. സൂയസ് കനാൽ വഴി പോകുമ്പോൾ ലാഭിക്കുന്നത് ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ്. എന്നാൽ ഇപ്പോൾ കപ്പലുകൾ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ചുറ്റിവരുന്നു. ഇതിന്റെ ഫലം എന്തെന്നാൽ യാത്രാ സമയം 20 ദിവസം വരെ കൂടി, ഇന്ധന ചെലവ് കോടികളായി വർദ്ധിച്ചു. ഈ ദീർഘദൂര യാത്ര കപ്പലുകളെ തളർത്തുകയാണ്. EG ഭീമൻ ചരക്ക് കപ്പലായ ഗാലക്സി ലീഡർ ഹൂതികൾ പിടിച്ചെടുത്ത സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയാണ് അവർ അത് ചെയ്തത്. ഇത് കേവലം ഒരു കടൽ കൊള്ളയല്ല, മറിച്ച് അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ഒരു യുദ്ധമുറയാണ്. സൂയസ് കനാൽ വഴി പോയിരുന്ന ഒരു കപ്പലിന് ആഫ്രിക്ക ചുറ്റി വരുമ്പോൾ ഏകദേശം $10 ലക്ഷം, അതായത് ഏകദേശം 8 കോടി രൂപ അധിക ഇന്ധന ചെലവ് വരുന്നുണ്ട്. എന്നാൽ ഈ ഭാരം അവസാനം വരുന്നത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിലാണ്. ഇനിയാണ് കേരളത്തിന്റെ റോളിനെ കുറിച്ച് പറയാൻ പോകുന്നത്. സൂയസ് കനാലിൽ കുടുങ്ങി ലോകത്തെ ആകെ മുൾമുനയിൽ നിർത്തിയ എവർ ഗിവൺ എന്ന ഭീമൻ കപ്പൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരമൊരു കപ്പലിന് ഇന്ത്യയിൽ സുരക്ഷിതമായി അടുക്കാൻ പറ്റിയ ഒരേ ഒരു ഇടം വിഴിഞ്ഞമാണ്. ദുബായിലെ ജബൽ അലി തുറമുഖം ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മാറ്റിയതുപോലെ വിഴിഞ്ഞം കേരളത്തിന് കരുത്താകും. നിലവിൽ ഇന്ത്യയിലേക്കുള്ള വലിയ കപ്പലുകൾ കൊളംബോയിലോ സിംഗപ്പൂരിലോ ആണ് അടുക്കുന്നത്. അവിടുന്ന് ചെറിയ കപ്പലുകളിലാണ് സാധനങ്ങൾ ഇന്ത്യയിൽ എത്തുന്നത്. വിഴിഞ്ഞം വരുന്നതോടെ ഈ മിഡിൽ മാൻ ഒഴിവാകും. ഉദാഹരണത്തിന് ദുബായിലെ ജബൽ അലി തുറമുഖം മരുഭൂമിയെ മാറ്റിമറിച്ചതുപോലെ വിഴിഞ്ഞം കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. കപ്പലുകൾ വഴിമാറി വരുമ്പോൾ അവർക്ക് സിംഗപ്പൂരിനോ ദുബായിക്കോ പകരമായി ഒരു ഇടത്താവളം വേണം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രത്യേകത നോക്കുക. പ്രകൃതിദത്തമായി തന്നെ 18 മുതൽ 20 മീറ്റർ വരെ ആഴമുള്ള തീരമാണിത്. ഡ്രഡ്ജിംഗ് എന്ന വലിയ പണച്ചെലവില്ലാതെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പുകൾക്ക് ഇവിടെ അടുക്കാം. കൊളംബോ തുറമുഖം പ്രതിസന്ധിയിലായതും ചൈനയുടെ സ്വാധീനത്തിലായതും വിഴിഞ്ഞത്തിന് വലിയ സാധ്യതയാണ് നൽകുന്നത്. വെറുമൊരു ചരക്കു നീക്കത്തിനപ്പുറം ലോകശക്തികളുടെ നാവികസേനകൾക്ക് അവരുടെ യുദ്ധക്കപ്പലുകൾക്ക് ആവശ്യമായ ലോജിസ്റ്റിക്സ് പിന്തുണ നൽകാൻ പറ്റിയ കേന്ദ്രമായി വിഴിഞ്ഞം മാറുകയാണ്. ആന്റി ആക്സസ് ഏരിയ ഡിനയൽ എന്നൊരു തന്ത്രമുണ്ട് ഇന്ത്യക്ക്. അതായത് അറബിക്കടലിലോ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ശത്രുക്കളുടെ ഒരു നീക്കവും നടക്കില്ലെന്ന് ഉറപ്പാക്കുക. കേരളത്തിന്റെ തീരങ്ങളിൽ ബ്രഹ്മോസ് എക്സ്റ്റൻഡ് റേഞ്ച് മിസൈലുകൾ വിന്യസിപ്പിക്കപ്പെടുന്നത് ഇതിന്റെ ഭാഗമായാണ്. കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്ത് നിന്നുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഓരോ കപ്പലിന്റെയും ചലനം ഒപ്പിയെടുക്കുന്നു. നമ്മുടെ തീരങ്ങൾ ഇന്ന് സുരക്ഷയുടെ ഒരു ഇരുമ്പ് തിരശീലയായി മാറിയിരിക്കുകയാണ്. ഇത് വെറും ഒരു സാമ്പത്തിക നീക്കമല്ല, ഇതിന് വലിയൊരു സൈനിക മാനമുണ്ട്. ഇനി അടുത്തത് ഇന്ത്യയുടെ മറ്റൊരു മാസ്റ്റർ പ്ലാനാണ് ഡബിൾ ഫിഷ് ഹുക്ക്. കിഴക്കൻ ആൻഡമാൻ നിക്കോബാർ വഴി ചൈനീസ് നീക്കങ്ങളെ ഇത് കൂട്ടിടുന്നു.
പടിഞ്ഞാറ് ലക്ഷദ്വീപിലെ പുതിയ നേവൽ ബേസായ INS ജഡായു വഴി അറബിക്കടലിനെ കാക്കുന്നു. ഈ രണ്ട് പ്രതിരോധ നിരകളുടെയും ഹൃദയഭാഗത്താണ് കേരളം. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾ ഈ തന്ത്രത്തിലെ പ്രധാന കണ്ണികളാണ്. 2030 ആകുമ്പോഴേക്കും ഇൻഡോ പസഫിക് മേഖലയിലെ ഏറ്റവും വലിയ സമുദ്ര കവാടമായി കേരളം മാറുമെന്ന് വിദഗ്ധർ പറയുന്നത് വെറുതെയല്ല. തീർച്ചയായും സൈനികവൽക്കരണവും വലിയ തുറമുഖങ്ങളും വരുമ്പോൾ നമുക്ക് ചില ആശങ്കകളുണ്ട്. നമ്മുടെ പരിസ്ഥിതിയെയും സാധാരണക്കാരായ ജനങ്ങളെയും ഇത് എങ്ങനെ ബാധിക്കും എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ചരിത്രം ആവർത്തിക്കുകയാണ്. പണ്ട് സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി ലോകം കേരളത്തിലേക്ക് വന്നതുപോലെ ഇന്ന് ലോകത്തിന്റെ സുരക്ഷയ്ക്കും വ്യാപാരത്തിനും കേരളം അനിവാര്യമായിരിക്കുന്നു. റെഡ് സീയിലെ തീ കേരളത്തിന് ഒരു ശാപമാണോ അതോ വലിയൊരു വികസന സാധ്യതയാണോ? ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.